മറ്റ് ചില വാർത്തകൾ വിശദമായി കൂടി പരിശോധിക്കാം. അന്തരിച്ച പേരുമേട് MLA വാഴൂർ സോമന്റെ സംസ്കാരം ഇന്ന് നടക്കും. തിരുവനന്തപുരത്ത് നിന്ന് പുലർച്ചെ ഇടുക്കി വണ്ടിപ്പെരിയാർ വാളാടിയിലെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിൽ പൊതുദർശനം തുടരുകയാണ്. വൈകുന്നേരം 4 മണിക്ക് പഴയ പാമ്പനാർ SK ആനന്ദൻ സ്മൃതി മണ്ഡപത്തിൽ സംസ്കാരം നടക്കും. പീരുമേട് മണ്ഡലത്തിൽ നിലനിൽക്കുന്ന പട്ടയ പ്രശ്നങ്ങളും ഭൂവിഷയങ്ങൾ സംബന്ധിച്ച തർക്കങ്ങളും തിരുവനന്തപുരത്തെ യോഗത്തിൽ ഉന്നയിക്കുമെന്ന് ഉറപ്പു നൽകിയാണ് വാഴൂർ സോമൻ MLA കഴിഞ്ഞ ദിവസം പുറപ്പെട്ടത്. റവന്യൂ അസംബ്ലി യോഗത്തിൽ അക്കമിട്ട് വിഷയങ്ങൾ വാഴൂർ സോമൻ നിരത്തുകയും ചെയ്തു. യോഗശേഷം കുഴഞ്ഞു വീണ വാഴൂർ സോമന്റെ വിയോഗം തികച്ചും ആകസ്മികമായിരുന്നു. ഞെട്ടലോടെയാണ് പീരുമേട് വിയോഗ വാർത്ത അറിഞ്ഞത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് മൃതദേഹം വണ്ടിപ്പെരിയാറിലെ വീട്ടിലെത്തിച്ചത്. തുടർന്ന് 11 മണിവരെ വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. ആയിരങ്ങളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ വീട്ടിലേക്ക് എത്തിയത്. മന്ത്രി K. രാജൻ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, CPI ജില്ലാ സെക്രട്ടറി K. സലീംകുമാർ, സംസ്ഥാന കൗൺസിൽ അംഗം KK ശിവരാമൻ, മുൻ MLA ES ബിജിമോൾ, മറ്റു പാർട്ടി നേതാക്കൾ തുടങ്ങി മുതിർന്ന നേതാക്കളടക്കം അന്തിമോപചാരം അർപ്പിക്കാനെത്തി. തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായാണ് വാഴൂർ സോമൻ MLA വിടവാങ്ങുന്നതെന്നും മന്ത്രി K. രാജൻ അനുസ്മരിച്ചു. ഒരു ജനപ്രതിനിധി, ഒരു കമ്മ്യൂണിസ്റ്റ് ഒപ്പം നടന്ന് മരിക്കുക എന്നൊക്കെ പ്രയോഗങ്ങളിൽ മാത്രം അനുഭവിച്ചിട്ടുള്ളൊരു കാര്യം അതുപോലെ നടക്കുകയാണ്. ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു പക്ഷേ ഏറ്റവും വലിയ മോഹമായിരിക്കും അവസാന നിമിഷം വരെ താൻ പ്രതിനിധീകരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. പലപ്പോഴും അത് പ്രയോഗങ്ങളിൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ. പക്ഷേ വാഴൂർ സോമൻ എന്ന ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സോമേട്ടൻ മരണത്തിന് 4-5 മിനിറ്റ് വരെ ആ മണ്ഡലത്തിലെ ജനങ്ങൾക്കും നാട്ടിലെ തൊഴിലാളി വർഗത്തിനും വേണ്ടി സംസാരിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം വീട്ടുവളപ്പിൽ സംസ്കാരം നിശ്ചയിച്ചെങ്കിലും പിന്നീട് വാഴൂർ സോമന്റെ ആഗ്രഹപ്രകാരം തീരുമാനം മാറ്റുകയായിരുന്നു. വീട്ടിൽ നിന്ന് വിലാപയാത്രയായി 11:30ഓടെയാണ് വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിലേക്ക് മൃതദേഹം എത്തിച്ചത്. ട്രേഡ് യൂണിയൻ രംഗത്തെ കരുത്തുറ്റ നേതാവിനെ ഒരു നോക്ക് കാണാൻ തോട്ടം മേഖലയിലെ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തി. SK ആനന്ദൻ സ്മൃതി മണ്ഡപത്തിലെ സംസ്കാരത്തിന് ശേഷം പാമ്പനാറിൽ അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, ഇടുക്കി.